ഇന്നത്തെ ഒരു ചോദ്യം, കുടുംബജീവിതത്തിൽ മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു കാര്യം നമ്മൾ നിർബന്ധമായും ആചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സന്ദർഭത്തെ എങ്ങനെ ആ, തരണം ചെയ്യാം? അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ ചോദ്യത്തിന് വളരെ സരളമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലവട്ടം ഉണ്ടാകും. അതിനുള്ള ആദ്യത്തെ ഉപായം എന്ന് പറയുന്നത്, നമ്മൾ കുടുംബത്തിൽ ഉള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെ ആരാണ് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു സൗമ്യമായ ഭാവത്തിൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു സംവാദം ചെയ്യുക. അതായത് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, അതിലുള്ള വിയോജിപ്പിന് കാരണമെന്ത് എന്ന് ഒരു സംവാദം ചെയ്യുക. ഒരു വർത്തമാനം പറഞ്ഞ് അതിനെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള രീതിയിൽ ചിന്തിക്കും. അതിൽ അങ്ങനെ ചെയ്യേണ്ട വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കുറച്ച് നമ്മുടെ അഭിമാനവും അഹങ്കാരവും ഒക്കെ ഒന്ന് കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. അതായത് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായത് കാര്യമല്ല. കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആ വിഷയത്തെ കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയത്തെ അതിൻ്റെ ഏറ്റവും ക്രൂരമായ രീതിയിലും അല്ലെങ്കിൽ വിരോധത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അതുപോലെ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും നമുക്കൊരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലെ ഇഷ്ടാനിഷ്ടങ്ങൾ ലോകത്ത് സിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. ആ ഇഷ്ടാനിഷ്ടങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിലുള്ള വിജയം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതും ഇക്കാര്യം തന്നെയാണ്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല സത്യം, എന്നാൽ ഇഷ്ടാനിഷ്ടങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ആ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സംവാദം ചെയ്യുക എന്നുള്ള ഒരു കോംപ്രമൈസ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യത്തിനോടുള്ള വിയോജിപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുടുംബങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഇന്നത്തെ കുടുംബങ്ങളെല്ലാം എന്താണ് പറയുക, ചെറിയ കുടുംബങ്ങളാണ്, നാനോ കുടുംബങ്ങളാണ്. അപ്പോൾ ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചെറിയ കുടുംബമാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇങ്ങനെ പരസ്പരം ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ അതിനൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ രീതിയിൽ സംസാരിക്കാനോ ഒന്ന് മൂന്നാമതൊരാൾ അവിടെ ഇല്ല എന്നുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു സോഷ്യൽ ഒരു അവയർനെസ് കൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് നിന്ന് സംസാരിച്ച് ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ വലിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണുന്നു, പക്ഷേ അവിടെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് അവിടെ അച്ഛൻ്റെ അച്ഛനോ അമ്മൂമ്മയോ അപ്പൂപ്പനോ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോ ഒക്കെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കാലത്ത് അവർക്ക് അതിൽ വളരെ സഹജമായി ഇടപെടാനും അത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോകാനും കഴിഞ്ഞിരുന്നു. അവരുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുകയും ചെയ്തിരുന്നു, അനുകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇക്കാര്യം വളരെ ഈസി ആയിരുന്നു മാനേജ് ചെയ്യാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളുടെ കുറവ് കൂടുതൽ എന്നുള്ളതല്ല അവിടെ നോക്കേണ്ടത്. നമ്മൾ ആ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തുണ്ടായാലും അത്തരം വിഷയത്തിൽ അതൊരു ഈസി ആയിട്ട് എടുത്ത് അതിനെ നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ. നമുക്ക് അതെന്താണ് പ്രശ്നം, അത് നമുക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ സമയത്തിന് മാറ്റം വരുത്താം. അവരവരുടെ ആചാരങ്ങളോ അതങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ സമ്പാദിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ട് എടുക്കുക, അതിനെ വലിയൊരു സംഭവമായിട്ട് എടുക്കാതെ ഈസി ആയിട്ട് എടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യുക, അതാണ് ഇത് സംബന്ധിച്ച് പറയാൻ കഴിയുക. ഹരി.